ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഈ 2025 വർഷത്തിൽ 100 വനിതാ സംരംഭകരെ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. നിങ്ങൾ മിക്കവരും അത് കണ്ടിട്ടുണ്ടാകുമല്ലേ? കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നല്ല പ്രതികരണമാണ് കേട്ടോ ആ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സ്ത്രീകൾ കമൻറ്റ് ചെയ്തു. അതുപോലെ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സ്ത്രീകൾ നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. ഓരോ ജില്ലയ്ക്കും ഓരോ ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അതിൽ തന്നെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. സ്ത്രീകൾ സ്വന്തമായിട്ട് വരുമാനം നേടുന്നവരായിരിക്കണം, അങ്ങനെ അവർ സ്വയം പര്യാപ്തരാകണം എന്നതൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെയും ഈ ഗ്രൂപ്പിൻ്റെയും ഒക്കെ ഉദ്ദേശം. അങ്ങനെ ഞാൻ പല ആശയങ്ങൾ ഈ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്, അവരോട് ചർച്ച ചെയ്യാൻ പറയാറുണ്ട്. എന്നാൽ അവർ കുറച്ച് പേരൊക്കെ ഞാൻ ഇന്നതാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് പേര് ഗ്രൂപ്പിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്ന് ചാറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വഴിയിലൂടെ പോയി അവരൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. അപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഈ ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ഓരോ ദിവസം വന്ന് ചേരുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു പുരോഗതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് ഒരു ഹോൾസെയിലിൻ്റെ ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ തയ്യലിൻ്റെ ഇതൊക്കെ അറിയാവുന്ന തുണി ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പരിചയമുള്ള 2 പേര് ഹോൾസെയിൽ ബസാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കീഴിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് നൈറ്റി ബിറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ. ഹോൾസെയിൽ വിലയിൽ വാങ്ങിക്കാൻ സാധിക്കും. അതല്ലാതെ റീസെല്ലേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് തയ്ച്ചെടുക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ ഈ റീസെല്ലേഴ്സ് ഗ്രൂപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ആളുകൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതൊരു വരുമാന മാർഗ്ഗമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. കൂടാതെ ഞാൻ സ്വന്തമായിട്ട് ഒരു ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ ഒരു ഡെയിലി വെയർ കളക്ഷൻസിന് വേണ്ടിയിട്ടൊരു ഹോൾസെയിൽ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ നമ്മുടെ ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ ഡെയിലി വെയർ കളക്ഷൻസിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കുമാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ലേഡീസിൻ്റെയും പ്രത്യേകിച്ച് ഗേൾസിൻ്റെയും ഡെയിലി വെയർ കളക്ഷൻസ് ആണ്. ഒരു 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല കോട്ടണിലുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തിരുപ്പൂരിൽ നിന്ന് എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി വിലയൊക്കെ കുറച്ച് നിങ്ങൾക്ക് തരുവാനായിട്ട് സാധിക്കും. ഇത് വില കമ്പയർ ചെയ്യുമ്പോൾ ലോക്കൽ പ്രൊഡക്റ്റുകളല്ല, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡറുകൾ തരുവാനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ടെലിഗ്രാം ഗ്രൂപ്പും ഉണ്ട്, ഈ ലേഡീസ് ആൻഡ് കിഡ്സ് വെയറിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്കോ ഒക്കെ ചേരാം. ഇനി അതെങ്ങനെ ചേരണം എന്നൊന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ചിമ്മന വ്ളോഗ്സിൻ്റെ മെയിൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേർന്നാലും മതി. അവിടെ എല്ലാം നമ്മുടെ ഈ ഗ്രൂപ്പുകളുടെ എല്ലാം ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഒന്ന് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതായത് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് വിത്ത് ചിമ്മന, ഇതാണ് കേട്ടോ നമ്മുടെ ഒരു മുദ്രാവാക്യം. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊന്ന് കാണാം. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാൻ സമയമില്ലോട്ടെ, എനിക്ക് കടയിലോട്ട് പോകണം. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഇതിൻ്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ കണ്ടിട്ട് ഇതെങ്ങനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം എന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ലേഡീസിൻ്റെ ടോപ്പുകളാണ്. സാധാരണ വീട്ടിലിടുന്ന തരത്തിലുള്ള ലേഡീസ് ടീഷർട്ടുകളുണ്ടല്ലോ, സാധാരണ ടീഷർട്ടുകൾ, അതാണ് കേട്ടോ അത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഹോൾസെയിലായിട്ട് ഒരു 89 റുപ്പീസിന് നിങ്ങൾക്ക് തരുവാനായിട്ട് സാധിക്കും. അതുപോലെ ലേഡീസിൻ്റെ ബോട്ടം വിയേഴ്സ് ഉണ്ട്. ഇനിയുള്ളതിൻ്റെ ഒന്നും ഞാൻ പ്രൈസ് പറയുന്നില്ല, കാരണം ഇതൊരു പബ്ലിക്കായിട്ടുള്ള വീഡിയോയിൽ വന്ന് ഞാൻ ഹോൾസെയിൽ റേറ്റ് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ജെന്യുവൻ ആയിട്ടുള്ള ബയേഴ്സിന് നമ്മളെല്ലാ പ്രൈസുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമുക്ക് കിഡ്സിൻ്റെ നൈറ്റ് ഡ്രസ്സ് പോലെയുള്ള ഡെയിലി വെയേഴ്സ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചൂട് കാലാവസ്ഥയാണ് വരുന്നത്, കണ്ടോ, ഇങ്ങനെയുള്ള ഡെയിലി വെയേഴ്സുകളാണ്. ഇതൊരു 3 to 6 ഇയേഴ്സിൻ്റെ ഉണ്ട് ഈ ഡെയിലി വെയേഴ്സ്. പിന്നെ ഫ്രോക്കുകളുണ്ട് കേട്ടോ. ഫ്രോക്കുകൾ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളത് ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള കോട്ടൺ ഫ്രോക്കുകളാണ്. ഇതൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. കോംബോ ഓഫറൊക്കെ ഇട്ട് കൊടുക്കാവുന്ന രീതിയിലുള്ള നല്ല ഫ്രോക്കുകളാണ്. നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ്, നല്ല മെറ്റീരിയലാണ്, കോട്ടൺ ആണ്. ലെഗിൻസ് അല്ല, ആങ്കിൾ ലെങ്ത് പാൻറ്റുകൾ കുറച്ച് ലൂസാണ് കേട്ടോ. കുറച്ച് തടിയുള്ളവർക്കും കൂടെ ഇടാൻ പറ്റും. എക്സൽ സൈസ് ആണെങ്കിൽ പോലും നല്ല സ്ട്രെച്ചബിളാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇതും
നമുക്ക് വലിയ വിലയൊന്നുമില്ല, ബിലോ 100 ആണ് കേട്ടോ ഇതിൻ്റെ വില. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണിത്. അപ്പോൾ ഇങ്ങനെ പിന്നെ നൈറ്റിയുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നൈറ്റ് ഞാൻ കടയിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ വീട്ടിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. പോസ്റ്റ് ഓഫീസ് വഴിയോ DTDC വഴിയോ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയോ നമുക്ക് അയക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് ഓർഡറൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ DTDC പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ ആലപ്പി പാഴ്സൽ സർവീസ് വഴി വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി ഗ്രൂപ്പിലൊന്നും ചേരാതെ ഈ വസ്ത്രങ്ങൾ വാങ്ങിക്കണം, എൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും വിളിച്ചാൽ ചിലപ്പോൾ എന്നെ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് വാട്സപ്പിൽ കാര്യം പറഞ്ഞ് എനിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ തിരിച്ച് കോൺടാക്റ്റ് ചെയ്തോളാം. പലരുടെ ഒരു പ്രശ്നമാണല്ലേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ തിരുപ്പൂരോ സൂറത്തിലോ ഒന്നും പോയിട്ട് ഹോൾസെയിലായിട്ട് ഡ്രസ്സുകൾ വാങ്ങി വിൽക്കുവാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ഒരു 2 പേര് ചേർന്ന് ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു പുരുഷൻ ഭർത്താവോ സഹോദരനോ ആരെങ്കിലും കൂടെ വേണം, അല്ലെങ്കിൽ 2 സ്ത്രീകൾ വേണം. 2 പേര് പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ച് വരുമ്പോഴേക്കും നല്ലൊരു എമൗണ്ടും ആവും. നമ്മുടെ 2 ദിവസത്തെ ഒരു എന്താ പറയുക, നമ്മുടെ 2 ദിവസം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ടെങ്കിൽ, ജോലി ചെയ്ത് കിട്ടുന്ന ഇൻകം ഉണ്ടെങ്കിൽ അതും നഷ്ടപ്പെടുത്തി വേണം പോകുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും മിനിമം ഒരു 2000 രൂപ കോസ്റ്റ് നമുക്കതിൽ വരില്ലേ. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇതുപോലെ 2000 രൂപയൊക്കെ ചിലവാക്കി ഒരു 50,000 രൂപയുടെയൊക്കെ സ്റ്റോക്ക് എടുത്തിട്ട് പിന്നെ അത് പെട്ടെന്ന് വിറ്റഴിക്കുവാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ബിസിനസ്സിലേക്ക് ആരംഭിക്കുമ്പോഴും തുടങ്ങി വെക്കുമ്പോഴും ഇത് സക്സസ് ആകുമോ എന്നൊരു പേടിയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ തുടങ്ങുവാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഡ്രസ് ബിസിനസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രസ് ബിസിനസ് ചെയ്ത് നോക്കണമെന്നൊരു താല്പര്യമുണ്ട്, ഇച്ചിരി പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എന്താ പറയുക ക്വാണ്ടിറ്റിയിലെടുത്ത് വിറ്റ് നോക്കുക. ഇനി എങ്ങനെ വിൽക്കണമെന്നല്ലേ, നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം അത് സെലക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ കണ്ട് സെലക്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വീഡിയോ കോൾ വേണമെങ്കിൽ വീഡിയോ കോളൊക്കെ വിളിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിയതിന് ശേഷം നമ്മൾ കയ്യിൽ കിട്ടിയതിന് ശേഷം അതിൻ്റെ ഫോട്ടോസൊക്കെ ഭംഗിയായിട്ട് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇതിലൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങുന്ന ആളുകളുടെയൊക്കെ നമ്പറുകളൊക്കെ ശേഖരിച്ചിട്ട് അതൊരു ഗ്രൂപ്പായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിലേക്ക് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ ഇവരിലോട്ട് എത്തിച്ചു കൊടുക്കുക കേട്ടോ. എപ്പോഴും നമ്മളൊരു കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. വെറുതെ ആ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിലൊന്നും കയറി ഇറങ്ങിയിട്ട് കാര്യമില്ല. ജെനുവിനായിട്ട് വാങ്ങിക്കുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ളവരായിരിക്കാം, നിങ്ങളുടെ തൊഴിലിടങ്ങളുടെ പരിസരത്തുള്ളവരായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ ആൾക്കാരുടെയൊക്കെ നമ്പറുകൾ കളക്ട് ചെയ്തിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പോ വാട്സപ്പ് ഗ്രൂപ്പോ ഉണ്ടാക്കുക. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരാളുടെ നമ്പറുകൾ മറ്റാൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിന് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജുകളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട്, അത് വാട്സപ്പിനും ഒക്കെ ഉണ്ട്, പക്ഷെ നമ്പർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ അടുത്തടുത്തുള്ള ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് വാങ്ങിക്കുവാൻ അവർക്ക് സാധിക്കും. പിന്നെ 3-4 ഐറ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസ്റ്റ് ഓഫീസ് വഴിയോ DTDC വഴിയോ അയക്കുവാനായിട്ട് സാധിക്കും. നൈറ്റി ബെഡ്ഷീറ്റൊക്കെ ആകുമ്പോൾ ഇത്തിരി കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല വെയിറ്റ് വരും. പക്ഷേ ഈ ടീഷർട്ട് ഇതുപോലുള്ള കിഡ്സ് വെയറിനൊക്കെ വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് കുറച്ചധികം സാധനങ്ങൾ നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴിയോ DTDC വഴിയോ അയക്കുവാനായിട്ട് സാധിക്കും. അധികം കൊറിയർ ചാർജ് ആവുകയും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ എല്ലാം ഇതിൻ്റെ എടുത്തിട്ട് അല്ലെങ്കിൽ വീഡിയോ എടുക്കുക, അതിനകത്ത് നമ്മുടെ നമ്പർ കയറ്റുക, കോണ്ടാക്റ്റ് നമ്പറുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഇത് ഡിസ്പ്ലേ കൊടുക്കുക. എങ്ങോട്ടേക്ക് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് ഡിസ്പ്ലേ കൊടുക്കുമ്പോൾ ആ നമ്പറിലോട്ട് ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുക, ഓർഡർ അപ്രൂവ് ആക്കുക, ക്യാഷ് വാങ്ങിക്കുക, ഗൂഗിൾ പേ ആണെങ്കിൽ ക്യാഷ് വാങ്ങിക്കുക, അവരുടെ അഡ്രസ്സ് വാങ്ങിക്കുക. അപ്പോൾ തന്നെ അത് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുക കേട്ടോ. ഇനി എളുപ്പത്തിന് കൊറിയർ അയക്കാൻ ഓർഡർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ കൊറിയർ അയക്കുന്ന ദിവസമാക്കി വയ്ക്കുക. പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ നമുക്ക് അടുത്തൊക്കെ ഉണ്ടല്ലോ, വീടിൻ്റെ അടുത്തുള്ളത് കൊണ്ട് എന്നും അയക്കാം. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എന്ന് ഓർഡർ വന്നോ അന്ന് തന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ സാധിക്കും. രാവിലെ ഓർഡർ വരുവാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് അയക്കാൻ സാധിക്കും. നമ്മുടെ തൊട്ടടുത്ത്, കടയുടെ തൊട്ടടുത്താണ് പോസ്റ്റ് ഓഫീസ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണമെങ്കിൽ വാങ്ങി നോക്കാം. ഇത് ബിസിനസ് ചെയ്യാനും അല്ലാത്തവർക്കും വാങ്ങി നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റിങ്ങോ വീഡിയോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. നമ്മൾ ഈ ഫെബ്രുവരി 10-ാം തീയതി മുതലായിട്ടൊരു ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പും ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം, ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചിമ്മന വ്ളോഗ്സിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരാം, നമ്മുടെ ഡിസൈനിങ് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിലോട്ട് ചേരാം.
പിന്നെ നിങ്ങൾക്ക് ചിമന വ്ളോഗ്സിലൂടെ നേരിട്ട് വന്നോ അല്ലെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലൂടെയോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ആരംഭിക്കാം, ഡ്രസ്സിൻ്റെ ബിസിനസ് ആരംഭിക്കാം. എങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സുകൾ വാങ്ങിക്കാം. ഈ നമ്പർ മറക്കണ്ട. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.